ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ദീപാവലിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പേടയേക്കാൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ചൂയി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഉരുക്കിയെടുക്കുക. ബട്ടർ ഉരുക്കി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത കശുവണ്ടി ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലേക്ക് 1/2 കപ്പ് കിസ്മിസും കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെള്ളമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും മാറ്റി വയ്ക്കുക. വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് പാൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവ്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് മെയ്സ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പാനിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആകും. ആ സമയത്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. വേറൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര മെൽറ്റാക്കി എടുക്കുക. പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെയ്സ് പൗഡർ ചേർത്ത് നന്നായി ചൂടാക്കുക. പഞ്ചസാര പാനിയിൽ നല്ലതുപോലെ ഇത് ചൂടായി തിളച്ച് നല്ല ബബിൾസൊക്കെ വരുന്ന സമയത്ത് ടേസ്റ്റിനുള്ള ഉപ്പും ചേർക്കുക. 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസ്, റൈസിൻസ്, പിന്നെ തേങ്ങ ചിരകിയതെല്ലാം കൂടി റോസ്റ്റ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കൂടുതൽ അങ്ങോട്ട് ഇട്ട് വിളയിക്കാതെ നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. പിന്നെ നമ്മൾക്ക് ഇത് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ പാകത്തിൽ എടുക്കണം. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നേരിയ ചൂട് ഉള്ളപ്പോഴാണ് നമ്മളിത് ഷേപ്പ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള മോൾഡിൽ നമുക്ക് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കയ്യിൽ തന്നെയാണ് ഷേപ്പ് ചെയ്യണത്. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഷേപ്പ് ചെയ്യണത്. അത് ഉരുളകൾ കയ്യിലെടുക്കുന്നതിന് മുന്നേ കയ്യിൽ ബട്ടർ തടവിയിട്ട് വേണം നമ്മളിത് ഷേപ്പ് ചെയ്യാനായിട്ട്. ഞാനിത് പേടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേടയേക്കാൾ വളരെ സോഫ്റ്റും കുറച്ച് ചൂയുമായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നമുക്ക് ദീപാവലിക്ക് മാത്രമല്ല, അല്ലാത്ത സമയത്തും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ സ്വീറ്റ് വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഉണ്ടാക്കാനും എളുപ്പമാണ്. നമുക്ക് പൈസ ചിലവില്ല. ബാദുഷ്യയും പേടയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിലും നല്ലതായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ നല്ല സ്വീറ്റാണ്, വളരെ ഡെലീഷ്യസുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റുമാണ്, ചൂയിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ദീപാവലി വിഷസ് ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.